മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരം നമ്മുടെ ലാലേട്ടൻ വെള്ളിത്തിരയിൽ ജീവിച്ച് കാണിച്ച കാലാപാനി എന്ന സിനിമ നിങ്ങളാരും മറന്നിട്ടുണ്ടാവില്ല. ഇന്നത്തെ യാത്രയിലെ സെല്ലുലാർ ജയിലിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭീകരമുഖത്തിലിട്ട് നടന്നു നീങ്ങുമ്പോൾ ഹൃദയം പിടക്കുന്നുണ്ടായിരുന്നു. പണ്ട് വായിച്ചു തീർത്ത പുസ്തകങ്ങളിലെ ഭീകര തടവറയിലോട്ടാണല്ലോ ഞാൻ എത്തുന്നത്. ആദ്യത്തെ ബ്ലോക്കിൽ ജയിലിൻ്റെ ചരിത്രം പറയുന്ന മ്യൂസിയമാണുള്ളത്. കടൽ തീരത്ത് 7 വിങ്ങുകളായാണ് ജയിലിൻ്റെ നിർമ്മിതി. പകലന്തിയോളം കഠിനമായ ജോലി, കുറഞ്ഞ ഭക്ഷണം, അസുഖങ്ങൾ, അങ്ങനെ അതികഠിനമായിരുന്നു ആ മഹാന്മാരുടെ ജീവിതം. 1909 മുതൽ 1931 വരെ ജയിൽ ഓഫീസറായിരുന്ന ഡേവിഡ് ബാരിയായിരുന്നു ഏറ്റവും ഭീകരൻ. ഇന്ത്യൻ പട്ടികളെന്നാണ് അയാൾ തടവുകാരെ അഭിസംബോധന ചെയ്തിരുന്നത്. കയ്യോ കാലോ ഒടിച്ചു കളയുക, ഇരുമ്പുതണ്ട് തീയിൽ പഴുപ്പിച്ച് ശരീരത്തിൽ വെക്കുക, തല കീഴായി തൂക്കിയിടുക, ബൂട്ടിട്ട് കൈപ്പത്തി ചവിട്ടിഞ്ഞെരിക്കുക തുടങ്ങിയ രീതികളിൽ ആ ബ്രിട്ടീഷ് പട്ടി ഇന്ത്യൻ തടവുകാരെ ക്രൂശിച്ചു. അതിനായി അയാൾ ഇന്ത്യൻ കങ്കാടിമാരെ ഉപയോഗപ്പെടുത്തി. ബ്രിട്ടീഷുകാർക്കെതിരെ വധശ്രമം, ഗൂഢാലോചന തുടങ്ങിയവ നടത്തിയവരായിരുന്നു പ്രധാനമായും ജയിൽ താമസിച്ചിരുന്നത്. 19-ാം നൂറ്റാണ്ടിലെ അമേരിക്കയിലെ ജയിലുകളുടെ രീതിയിലാണ് ഇതിന്റെ നിർമ്മിതി. 1903 തുടങ്ങി 1906 നിർമ്മാണം പൂർത്തിയാവുന്നത്. ഇത് നിർമ്മിക്കാനും അവർ തടവുകാരെ ഉപയോഗപ്പെടുത്തി. 1941 ഭൂചനത്തെ തുടർന്ന് ജയിലിന്റെ 4 വിങ്ങുകളും തകർന്നു. അതിനുശേഷം അത് പൊളിച്ചു മാറ്റി. ഗാലോ എന്ന തൂക്കുകയറുകൾ ജയിലിന്റെ ഭീകരത കാണിക്കുന്ന മറ്റൊന്നാണ്. സ്വതന്ത്ര സമര സേനാനികളുടെ ത്യാഗത്തിന്റെ മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് മരവിച്ച മനസ്സുമായി ഈ യാത്ര അവസാനിക്കുന്നു.